ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇ-വേ ബിൽസ് അണ്ടർ GST. എന്താണ് ഇ-വേ ബിൽ, എങ്ങനെയാണ് ഒരു ഇ-വേ ബിൽ ജനറേറ്റ് ചെയ്യുക? ഇപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്, വാട്ട് യു മീൻ ബൈ ഇ-വേ ബിൽ, വാട്ട് ആർ ദ കണ്ടന്റ് ഓഫ് ഇ-വേ ബിൽ? ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാനായിട്ടുള്ള സാധ്യത. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇ-വേ bill will be generated when there is a movement of goods in a vehicle conveyance of value more than 50,000, either cash invoice or in aggregate of all invoices in a vehicle. അപ്പോൾ ഇ-വേ ബിൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ടെലിവിഷൻ വാങ്ങിച്ചു. ആ ടെലിവിഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 60,000 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ വാല്യൂ ഇൻക്ലൂഡിങ് ടാക്സ് എമൗണ്ട് ആണ് 50,000 മേളിൽ വന്നു. അപ്പം നമുക്ക് സപ്ലയർ തരുന്ന ഇൻവോയ്സ് മാത്രം പോരാ, നമ്മളൊരു അഡീഷണൽ ഡോക്യുമെൻറ്റും കൂടെ നമ്മൾ എടുക്കണം. ഈ അഡീഷണൽ ഡോക്യുമെൻ്റ് നമ്മൾ എടുക്കുന്നത് GSTയുടെ വെബ്സൈറ്റിൽ കയറിയിട്ടാണ്. അതിനെയാണ് നമ്മൾ ഇ-വേ ബില്ല് എന്ന് പറയുക. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഗുഡ്സ് വാങ്ങിച്ചാൽ ആ ഗുഡ്സിൻ്റെ വാല്യൂ ഇൻക്ലൂഡിങ് ടാക്സ് ഉൾപ്പെടെ 50,000 രൂപ മുകളിലാണ് എങ്കിൽ അത് നമുക്കൊരു വെഹിക്കിളിൽ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മളൊരു അഡീഷണൽ ഇൻവോയ്സും കൂടെ ജനറേറ്റ് ചെയ്യണം. അതിനെയാണ് നമ്മൾ ഇ-വേ ബിൽ എന്ന് പറയുക. അപ്പോൾ ഇ-വേ ബില്ലിനകത്ത് എന്തൊക്കെയാണ് വരിക? ഇൻവോയ്സിൽ എന്തൊക്കെ കണ്ടന്റ് ഉണ്ടോ അത് തന്നെയാണ് ഇതിനകത്തും വരിക, ഇ-വേ ബില്ലിനും വരിക. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിനകത്തുണ്ട്. ഒറ്റ ബില്ല് 50,000 മുകളിലാണെങ്കിലും ഇ-വേ ബില്ല് വേണം. ഇനി നമ്മളൊരു 407 ലോറി പിടിച്ചു, അതിനകത്ത് പല കടകളിൽ നിന്നും 10,000 വെച്ച് സാധനങ്ങൾ മേടിച്ചു. അങ്ങനെ ഒരു 7 കടയിലെ ബില്ല് നമ്മുടെ കൈവശമാണ്. ആ വണ്ടിക്കകത്തിരിക്കുന്ന പ്രോഡക്റ്റ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ 7 ഇൻവോയ്സും കൂടെ കൂട്ടുമ്പോൾ 70,000 വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇ-വേ ബില്ല് എന്ത് ചെയ്യണം? ജനറേറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ 30,000 2 TV മേടിച്ചു. അത് നമ്മൾ വണ്ടിയെ കയറ്റി കഴിഞ്ഞാൽ 2 കടയിൽ നിന്നായിരിക്കും നമ്മൾ എടുത്തേക്കണം. ആ വണ്ടിക്കകത്തിരിക്കുന്ന TV 2 കൂടെ കൂട്ടുമ്പം 50,000 മേളിൽ വാല്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇ-വേ ബില്ല് എടുക്കണം. ഇനി എപ്പോഴൊക്കെയാണ് ഇ-വേ ബില്ല് എടുക്കേണ്ടി വരിക? ഇൻ റിലേഷൻ ടു എ സപ്ലൈ നടക്കുമ്പോഴാണ് നമ്മൾ ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സപ്ലൈ എന്താണെന്നുള്ള ഡെഫിനിഷൻ പറയുന്നുണ്ട്. സപ്ലൈ ഇൻക്ലൂഡ്സ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ സപ്ലൈയിൽ വരുന്നതാണ് ഇമ്പോർട്ട് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും എന്തിൽ വരും? സപ്ലൈയിൽ വരും. ഇനി സപ്ലൈ അല്ല, വേറെ എന്തെങ്കിലും റീസൺ ആണ്. ഇപ്പം നമ്മൾ ജോബ് വർക്കറുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് സപ്ലൈ അല്ല. അപ്പം എന്താണ് ജോബ് വർക്ക് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജോബ് വർക്കറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം ജോബ് വർക്കറുടെ അടുത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം കൊണ്ടുപോകുന്നത് അതിൻ്റെ രൂപം മാറ്റി തിരിച്ചു കൊണ്ടുവരാനായിട്ടായിരിക്കും. അപ്പം നമ്മൾ സപ്ലൈയിലല്ല അത് വരുന്നത്. അത് ഫോർ റീസൺസ് അതർ ദാൻ എ സപ്ലൈ ആണ്. ഇനി ഡ്യൂ ടു ഇൻവേർഡ് സപ്ലൈ ഫ്രം ആൻ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ഫോർ ദിസ് പർപ്പസ് എ സപ്ലൈ may be either the following: a supply made for a consideration in the course of business, a supply made for a consideration which may not be in the course of business, a supply without consideration. In similar terms, the term supply usually means, അപ്പം നമ്മളൊരു അൺരജിസ്റ്റേർഡ് പേഴ്സൻ്റെ അടുത്ത് നിന്ന് മേടിച്ചാലും ഇ-വേ ബില്ല് നമ്മൾ എന്ത് ചെയ്യണം? എടുക്കണം. അപ്പോൾ രജിസ്റ്റേർഡ് പേഴ്സൺ അൺരജിസ്റ്റേർഡ് പേഴ്സൻ്റെ അതിന് സാധനം മേടിച്ചാലും എന്ത് ചെയ്യണം? ഇ-വേ ബില്ല് എന്ത് ചെയ്യണം? ജനറേറ്റ് ചെയ്യണം. ഇനി അതിന് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തോ ഇല്ലയോ എന്നുള്ളതൊന്നും വിഷയമല്ല. ഇപ്പം നമ്മളൊരു ഒരു ഹിറ്റാച്ചി മെഷീൻ നമ്മളുടെ ഹെഡ് ഓഫീസിൽ നിന്ന് നമ്മളൊരു സൈറ്റിലേക്ക് കൊണ്ടുപോകുകയാണ്. അത് നമ്മളൊരു ലോറിയിലാണ് കൊണ്ടുപോകുന്നത്. ആ ഹിറ്റാച്ചിക്ക് 50,000 രൂപ മേളിൽ വിലയുണ്ടെങ്കിൽ നമ്മളൊരു ഇ-വേ ബില്ല് എന്ത് ചെയ്യണം? എടുക്കണം. അത് സപ്ലൈ അല്ല, പണിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൊണ്ടുപോകണം. അപ്പം റീസൺ അതർ ദാൻ സപ്ലൈ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇ-വേ ബില്ല് എടുക്കണം. അപ്പോൾ ഇ-വേ ബില്ല് എടുക്കാനായിട്ട് നമ്മൾ വെബ്സൈറ്റിൽ കയറുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ആദ്യത്തെ ഓപ്ഷൻ ഇൻവേർഡ് സപ്ലൈ ആണോ ഔട്ട്വേർഡ് സപ്ലൈ ആണോ? അപ്പം പർച്ചേസിനാണെങ്കിൽ ഇൻവേർഡ് സപ്ലൈ എന്ന് പറയും, സെയിലിനാണെങ്കിൽ ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറയും. അപ്പോൾ സെയിലിനാണ് നമ്മൾ എടുക്കണമെങ്കിൽ ഔട്ട്വേർഡ് സപ്ലൈയിൽ എന്ത് ചെയ്യണം? ക്ലിക്ക് ചെയ്യണം. ഇനി ജോബ് വർക്കറുടെ അടുത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിന് ഓപ്ഷനുണ്ട്. ഇനി നമ്മൾ വേറെ എന്തെങ്കിലും റീസൺ ആണെങ്കിൽ അതേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സ്പെസിഫൈ ചെയ്യുക. ഇനി സപ്ലൈ യൂഷ്വലി മീൻസ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ്
പേയ്മെന്റ് മെയ്ഡ്, ട്രാൻസ്ഫർ, ബാർട്ടർ, എക്സ്ചേഞ്ച്, ഇതൊക്കെ ഏതിൽ വരും? സപ്ലൈയിൽ വരും. ക്യാഷ് മേടിച്ചോ മേടിക്കാതെ ഒരു സാധനം കൈമാറ്റം ചെയ്താൽ അത് സപ്ലൈയിൽ വരും. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത്, ഒരു ബ്രാഞ്ചിൽ നിന്ന് വേറൊരു ബ്രാഞ്ചിലേക്ക് കൊണ്ടുപോകുന്നത് എന്ത് തന്നെയാണ്? ട്രാൻസ്ഫർ ആണ്. അതും സപ്ലൈയിൽ വരും. ഒരു ബ്രാഞ്ചിൽ നിന്ന് വേറൊരു ബ്രാഞ്ചിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം? ഇ-വേ ബില്ല് വേണം. ബാർട്ടർ ഓർ എക്സ്ചേഞ്ച്, എക്സ്ചേഞ്ചോ ബാർട്ടറോ നടത്തിയാലും എന്ത് ചെയ്യണം? സപ്ലൈ ആയിട്ട് കണക്കാക്കി നമ്മൾ ഇ-വേ ബില്ല് എന്ത് ചെയ്യണം? ജനറേറ്റ് ചെയ്യണം. Therefore, e-way bill must be generated on the common portal for all these type of movement. For certain specified goods, the e-way bill needs to be generated mandatory even if the value of the consignment of goods less than 50,000. ചില കേസിൽ 50,000 താഴെയാണെങ്കിലും മാൻഡേറ്ററി പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യണം? ഇ-വേ ബില്ല് നിർബന്ധമാണ്. ഇനി എപ്പോഴൊക്കെയാണ് ആ സാഹചര്യം? ഇന്റർസ്റ്റേറ്റ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ബൈ ദ പ്രിൻസിപ്പൽ ടു ദ ജോബ് വർക്കർ ബൈ പ്രിൻസിപ്പൽ രജിസ്റ്റേർഡ് ജോബ് വർക്കർ. അപ്പോൾ ഇന്റർസ്റ്റേറ്റ് മൂവ്മെന്റ്, അതായത് ജോബ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്റർസ്റ്റേറ്റ് മൂവ്മെന്റ് ആണെങ്കിൽ വാല്യൂ നോക്കരുത്, നമ്മൾ നിർബന്ധമായിട്ട് ഇ-വേ ബില്ല് എന്ത് ചെയ്യണം? എടുക്കണം. Interstate transport of handicraft goods by a dealer exempted from GST registration. അപ്പം GST നിന്ന് ഒഴിവാക്കിയിട്ടുള്ള പ്രോഡക്റ്റ്, ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്റ്റ് GST ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഇന്റർസ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയാലും നമ്മൾ എന്ത് ചെയ്യണം? ഇ-വേ ബില്ല് എടുക്കണം. ഇനി അടുത്തത് പറയുന്നത് ജനറേഷൻ ഓഫ് ആൻ ഇ-വേ ബിൽ. ഇ-വേ ബിൽ എങ്ങനെ ജനറേറ്റ് ചെയ്യും? ആർക്കൊക്കെ ജനറേറ്റ് ചെയ്യാം? ഇ-വേ ബിൽ ആർക്കൊക്കെ എടുക്കാം എന്നുള്ളതാണ് ഇനി പറഞ്ഞു വരുന്നത്. രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാ? സപ്ലൈ നടത്തുന്ന ആള് രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? എടുക്കാം. ഇ-വേ ബിൽ മസ്റ്റ് ബി ജനറേറ്റഡ് വെൻ ദെയർ ഈസ് എ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് മോർ ദാൻ 50,000 ഇൻ വാല്യൂ ഓർ ഫ്രം എ രജിസ്റ്റേർഡ് പേഴ്സൺ ഓർ ദ ട്രാൻസ്പോർട്ടർ മേ ടേക്ക്. അപ്പം സാധനം വിൽക്കുന്ന ആള് രജിസ്ട്രേഷൻ ഉള്ള ആളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഇ-വേ ബില്ല് എടുക്കാം. ഇനി വാങ്ങിച്ചുകൊണ്ട് പോകുന്ന കസ്റ്റമർ, അതിനെയാണ് നമ്മൾ അൺരജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അവർക്ക് എന്ത് ചെയ്യാം? ഇ-വേ ബില്ല് എടുക്കാം. നമ്മളൊരു കടയിൽ കയറി സാധനം മേടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യാം. ഇനി മൂന്നാമതൊരു കൂട്ടറുണ്ട്, ട്രാൻസ്പോർട്ടർ. സപ്ലയർ ഒരാളായിരിക്കും, കസ്റ്റമർ വേറൊരാളായിരിക്കും. ഇപ്പോൾ ലോജിസ്റ്റിക്സ് കമ്പനി നടത്തുന്നത്, ഇപ്പം നമുക്ക് അതിനൊരു എക്സാമ്പിൾ പറയാവുന്ന ആലപ്പി പാഴ്സൽ സർവീസ് അല്ലെങ്കിൽ ABT പാഴ്സൽ, അവർ ട്രാൻസ്പോർട്ട് ഏജന്റാണ്. അപ്പോൾ അവരുടെ വണ്ടിക്കകത്തേക്ക് പല ആളുകളുടെ സാധനം കയറ്റുമ്പോൾ 50,000 രൂപ മേളിൽ വരും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? ഇ-വേ ബില്ല് എടുക്കാം. ട്രാൻസ്പോർട്ടർക്ക് എടുക്കാം. അപ്പോൾ 3 വിധത്തിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? ഇ-വേ ബില്ല് എടുക്കാം. ഇനി ആരൊക്കെയാണ് ഇ-വേ ബില്ല് എടുക്കേണ്ടത്? എപ്പോഴാണ് എടുക്കേണ്ടത്? എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത്? എവിടുന്നാണ് ഫില്ല് ചെയ്യേണ്ടത്? നോക്കിയേ. ഹൂ? എവരി രജിസ്റ്റേർഡ് പേഴ്സൺ അണ്ടർ GST. GST രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം? ഇ-വേ ബില്ല് എടുക്കാം. എപ്പോഴാണ് എടുക്കണ്ടേ? ബിഫോർ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്. ഗുഡ്സ് മൂവ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഇ-വേ ബില്ല് എടുക്കണം. പാർട്ട് എയും ഉണ്ട്, പാർട്ട് ബിയും ഉണ്ട്. പാർട്ട് എയിൽ നമ്മൾ ഇൻവോയ്സ് ഡീറ്റെയിൽസും പാർട്ട് ബിയിൽ നമ്മൾ വെഹിക്കിൾ ഡീറ്റെയിൽസും ആണ് കൊടുക്കേണ്ടത്. ഇനി എവിടെ നിന്നാണ് എടുക്കേണ്ടത്? ഇ-വേ ബില്ലിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ടാണ്. ഈ ഇ-വേ ബില്ലിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ പാർട്ട് എ ഫില്ല് ചെയ്ത് കൊടുക്കാം, പാർട്ട് ബി ട്രാൻസ്പോർട്ടർക്ക് ഫില്ല് ചെയ്യാം. ഇപ്പം നമ്മൾ പാഴ്സൽ ഏജൻസി വഴിയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ പാർട്ട് എ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പാർട്ട് എയിൽ എന്തൊക്കെയാണ് വരിക? ഇൻവോയ്സ് നമ്പർ, വാങ്ങിച്ച ആളുടെ അഡ്രസ്സ്, എവിടെയാണ് പോകുന്നത്, അവരുടെ ഡീറ്റെയിൽസ്, ഇതെല്ലാം ആയിരിക്കും എവിടെ കൊടുക്കുക? പാർട്ട് എയിൽ കൊടുക്കുക. അപ്പം നമ്മൾ ഇൻവോയ്സിലുള്ള ഇൻഫർമേഷനാണ് പാർട്ട് എ. പാർട്ട് എ മാത്രം കൊടുത്തുകൊണ്ട് നമുക്ക് ഇ-വേ ബില്ല് പ്രിന്റ് എടുക്കാം. ഇതിനി നമ്മളൊരു പാഴ്സൽ ഏജന്റിന്റെ കൈ കൊടുത്തു കഴിഞ്ഞാൽ പാർട്ട് ബി വണ്ടി ഏതാണെന്നുള്ള അവരെ തീരുമാനിക്കാം. അപ്പോൾ അവർക്ക് നമ്മുടെ ഇൻവോയ്സിന്റെ നമ്പർ വെച്ചുകൊണ്ട് വെബ്സൈറ്റിൽ കയറിയിട്ട് അത് അമെൻഡ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് പാർട്ട് ബിയുടെ ഡീറ്റെയിൽസ് അവർക്ക് എന്ത് ചെയ്യാം? കൊടുക്കാം. ഇനി പാർട്ട് ബിയുടെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് തന്നെ എന്ത് ചെയ്യാം? ഇത് രണ്ടും ഫില്ല് ചെയ്യാം. Registered person is consignor or consignee made of transport may be owned or hired or is recipient of goods. Before movement of goods, part B എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. ഞാൻ ട്രാൻസ്പോർട്ടർ എന്ത് ചെയ്യണം?
വണ്ടിയുടെ ഡീറ്റെയിൽസ് പാർട്ട് ബി എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. രജിസ്റ്റേർഡ് പേഴ്സൺ ഈസ് കൺസൈനർ ഓർ കൺസൈനി ആൻഡ് ഗുഡ്സ് ആർ ഹാൻഡഡ് ഓവർ ടു ട്രാൻസ്പോർട്ടർ ഓഫ് ഗുഡ്സ്. അപ്പം ട്രാൻസ്പോർട്ടർ ഓഫ് ഗുഡ്സ് ആണ് എങ്കിൽ ഗുഡ്സ് മൂവ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, പാർട്ട് ബി എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. Transporter of goods before movement of goods generate e-waybill on the basis of information shared by the registered person in part A of form GST e-waybill 01. ട്രാൻസ്പോർട്ടറും രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് എങ്കിൽ അവർക്കും എന്ത് ചെയ്യാം, അവർക്കൊരു യൂസർ ഐ ഡിയും പാസ്വേഡും ഉണ്ട്. e-waybill പോർട്ടലിലേക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാം. e-waybill നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് എടുക്കാം. ഞാൻ unregistered person under GST and recipient is registered. An unregistered person under GST and recipient is registered. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ്സ് സ്വീകരിക്കുന്ന ആൾ രജിസ്റ്റേർഡും സപ്ലൈ ചെയ്യുന്ന ആൾ അൺരജിസ്റ്റേർഡും ആണെങ്കിൽ complaints to be done by the recipient as if he is the supplier. If the goods are transported for a distance of 50 kilometers or less within the same state union territory from the place of business of the consignor to the place of business of the transporter for the purpose of transportation, the supplier or the transporter may not furnish the details of the conveyance in part B of form GSTR 01. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ an unregistered person under GST and recipient is registered. സാധനം സ്വീകരിക്കുന്ന ആൾ രജിസ്റ്റേർഡും സപ്ലൈ ചെയ്യുന്ന ആൾ അൺരജിസ്റ്റേർഡും ആണെങ്കിൽ ഇഫ് ദ ഗുഡ്സ് ആർ ട്രാൻസ്പോർട്ടഡ് ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 50 കിലോമീറ്റേഴ്സ്, അതായത് ഇപ്പം നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങി നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് എങ്കിൽ 50 കിലോമീറ്റർ താഴെയുള്ള ഒരു ദൂരമുള്ളൂ. അതായത് ഞാനിപ്പം ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, ഞാൻ ഈ സാധനം മേടിച്ചിട്ട് അൺരജിസ്റ്റേർഡ് പേഴ്സൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അതൊരു ട്രാൻസ്പോർട്ടറുടെ അടുത്ത് കൊണ്ടുവന്ന് ട്രാൻസ്പോർട്ടറെ ഏൽപ്പിച്ച് ട്രാൻസ്പോർട്ടറാണ് എൻ്റെ ബിസിനസ്സിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതെന്ന് വിചാരിക്കാം. പക്ഷേ ഞാനിപ്പം അടിമാലിയിൽ വന്നിട്ട് സാധനം എന്ത് ചെയ്തു, മേടിച്ചു. എനിക്ക് ഈ സാധനം കൊണ്ടുപോകേണ്ടത് കോഴിക്കോട്ടേക്കാണ്. അപ്പം ഞാൻ ഈ സാധനം അടിമാലിയിൽ വന്ന് മേടിച്ചിട്ട് ഒരു ട്രാൻസ്പോർട്ടറുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഈ സാധനം എന്ത് ചെയ്യണം, നിങ്ങൾ എൻ്റെ സ്ഥലത്തേക്ക് എന്ത് ചെയ്യണം, കോഴിക്കോട്ടേക്ക് എന്ത് ചെയ്യണം, എത്തിക്കണം. അപ്പം ഈ സാധനം വിറ്റ് ഇപ്പം നമ്മൾ ഏലക്ക മേടിച്ചെന്ന് വിചാരിക്കാം. അപ്പോൾ കർഷകന്റെ പറമ്പിൽ നിന്നും ട്രാൻസ്പോർട്ടറുടെ ഓഫീസ് വരെ 50 കിലോമീറ്റർ താഴെ ഉള്ളൂങ്കിൽ എന്ത് വേണ്ട, e-waybill വേണ്ട. അത് 50 കിലോമീറ്ററിന് മേളിലാണ്. പക്ഷേ തൊടുപുഴ വന്ന് ട്രാൻസ്പോർട്ടറെ ഏൽപ്പിക്കണമെങ്കിലോ 50 മേളിൽ പോയി. അപ്പം ഞാൻ ഈ കർഷകന്റെ പറമ്പിൽ നിന്നും തൊടുപുഴ എത്തണോളം വരെയുള്ള സ്ഥലത്തേക്കുള്ള e-waybill എന്ത് ചെയ്യണം, ജനറേറ്റ് ചെയ്യണം. അതേസമയം ട്രാൻസ്പോർട്ടർ നേരിമംഗലത്താണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, നേരിമംഗലം വരെ എനിക്ക് e-waybill ഇല്ലാണ്ട് എന്ത് ചെയ്യാം, കൊണ്ടുവരാം. ബാക്കി ഡോക്യുമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യണം, പക്കയായിരിക്കും. ഈ ട്രാൻസ്പോർട്ടറുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടർ എന്ത് ചെയ്തോളൂ, e-waybill എന്ത് ചെയ്തോളൂ, ജനറേറ്റ് ചെയ്തോളൂ. ഇനി കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു e-waybill എന്ത് ചെയ്യാം, ജനറേറ്റ് ചെയ്യാം. അതായത് ഒന്നിലധികം ഇൻവോയ്സസ് ഒരുമിച്ച് ഒറ്റ e-waybill ആയിട്ട് എന്ത് ചെയ്യാം, എടുക്കാം. ഇപ്പോൾ ട്രാൻസ്പോർട്ടർ ഒരു 50 പേരുടെ സാധനങ്ങളായിരിക്കും എന്ത് ചെയ്യുക, കൊണ്ടുപോകുന്നത്. ഈ 50 പേരുടെ ഡീറ്റെയിൽസും കൂടെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒരു e-waybill എടുത്തിട്ട് എന്ത് ചെയ്യാം, കൊണ്ടുപോകാം. അല്ലെങ്കിൽ 50 e-waybill എന്ത് ചെയ്യേണ്ടി വരും, ജനറേറ്റ് ചെയ്യേണ്ടി വരും. അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു e-waybill എന്ത് ചെയ്യാം, ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഡോക്യുമെന്റ്സ് ഓർ ഡീറ്റെയിൽസ് റിക്വയർഡ് ടു ജനറേറ്റ് e-waybill: ഇൻവോയ്സ്, ബിൽ ഓഫ് സപ്ലൈ, ചെല്ലാൻ റിലേറ്റഡ് ടു ദ കൺസൈൻമെന്റ് ഓഫ് ഗുഡ്സ്. അപ്പോൾ ആ ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇൻവോയ്സോ അല്ലെങ്കിൽ ഒരു ബിൽ ഓഫ് സപ്ലൈയോ അല്ലെങ്കിൽ ഒരു ചെല്ലാനോ എന്തെങ്കിലും ഉണ്ടാവാം. ഇപ്പം നമ്മൾ ഒരു 2 ടെലിവിഷനാണ് വിറ്റതെങ്കിൽ e-waybill എടുക്കാനുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ആ ഇൻവോയ്സ് ആണ്. ട്രാൻസ്പോർട്ട് ബൈ റോഡ്, ട്രാൻസ്പോർട്ടർ ID ഓർ വെഹിക്കിൾ നമ്പർ.
റോഡ് വഴിയാണ് നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ വണ്ടിയുടെ നമ്പർ നമുക്ക് എന്ത് വേണം? അപ്പൊ ഈ വേബിൽ എടുക്കണമെങ്കിൽ നമുക്കൊരു ഇൻവോയ്സ് വേണം, കൊണ്ടുപോകുന്ന വണ്ടിയുടെ നമ്പർ വേണം, ട്രാൻസ്പോർട്ട് ബൈ റെയിൽ or ship transporter ID, transport document and the date on the document, documents and devices to be carried by a person in charge of a conveyance. അപ്പം ഇനിയിപ്പോൾ റെയിൽ വഴിയോ ഷിപ്പ് വഴിയോ ഒക്കെയാണ് നമ്മൾ അയക്കണമെങ്കിലോ നമുക്കൊരു ഇൻവോയ്സോ അല്ലെങ്കിൽ ഒരു ഡെലിവറി ചെല്ലാനോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ കൈവശം വേണം. പിന്നെ നമ്മൾ ഈ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഈ വേ ബില്ലിൻ്റെ ഒരു കോപ്പി എന്ത് വേണം? നമ്മുടെ കൈവശം വേണം. ഈ വേ ബില്ല് നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒട്ടിച്ചു വെക്കാം. അപ്പം ഒരു ചെക്ക് പോസ്റ്റിലൊക്കെ സ്കാനറാണ്. ഇപ്പം നമ്മൾ ഫാസ്റ്റാഗ് സംവിധാനമില്ലേ, ഫാസ്റ്റാഗിൻ്റെ ഒരു സ്റ്റിക്കർ നമ്മൾ വണ്ടിയുടെ ഗ്ലാസ്സിൽ ഒട്ടിച്ചേക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ചെക്ക് പോസ്റ്റുകൾ ഉണ്ടാവും, GSTയുടെ ചെക്ക് പോസ്റ്റുകൾ ഉണ്ടാവും. അപ്പം ഞാനിവിടെ ഒരു വേ ബില്ലിൻ്റെ ഒരു ഡെമോ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, കാണിക്കാം. ഇതാണ് ഒരു വേ ബില്ല്. അപ്പം ഈ സ്കാനിങ് കോഡ് ഉണ്ടല്ലോ, ഈ കോഡ് നമ്മൾ വണ്ടിയുടെ ചില്ലയിൽ ഒട്ടിച്ചു വെക്കുക. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ പോകുമ്പം ഈ ഇൻവോയ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അവരുടെ മോണിറ്ററിൽ എന്ത് ചെയ്യും? നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് കടന്നു പോവാം. ഫിസിക്കലായിട്ട് ആരും വന്ന് നമ്മുടെ ഡോക്യുമെന്റ് എന്ത് ചെയ്യില്ല, മേടിച്ച് നോക്കില്ല. ഇതാണ് നമ്മളുടെ സിസ്റ്റം എത്തേണ്ടത്. എത്തിയിട്ടില്ല. എല്ലാ സ്ഥലങ്ങളിലും GSTയുടെ ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. സ്കാൻ ചെയ്യും, കടന്നു പോകും. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്റാഗിലെ പോലെ തന്നെ ഇതെന്ത് ചെയ്യും? ഗേറ്റ് അങ്ങ് തുറക്കും. ഇതില്ല എങ്കിൽ ഗേറ്റ് അവിടെ നിൽക്കും, ഫൈൻ അടിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പോകാൻ പറ്റുള്ളൂ. ഇനി ഈ വേ ബില്ല് ഇല്ലാണ്ട് പോയാൽ എന്താ ഇതിനുള്ള പരിണിത ഫലം? ഈ വേ ബില്ല് ഇല്ലാണ്ട് പോയാൽ എന്ത് സംഭവിക്കും? ഈ വേ ബില്ല് ഇല്ലാണ്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ ആ ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ടാക്സ് എത്രയാണോ ആ എമൗണ്ടും പിന്നെ അതിൻ്റെ 100%, അതായത് 60,000 രൂപയാണ് ടാക്സ് എമൗണ്ട് കാണിച്ചേക്കുന്നതെങ്കിൽ 1,20,000 രൂപ നമ്മൾ എന്ത് ചെയ്യണം? ഫൈനായിട്ട് അടയ്ക്കണം. ടാക്സിന്റെ ഇരട്ടി, 100%. അല്ലെങ്കിൽ 10,000, വിച്ച് എവർ ഈസ് ഹയർ. 1000 രൂപ ടാക്സ് ഉള്ളൂ. 1000 രൂപ ടാക്സ് ഉള്ളൂങ്കിൽ 100% ആഡ് ചെയ്യുമ്പോൾ 2,000 ആയി. പക്ഷേ നിയമം പറഞ്ഞാൽ എന്താ? ഒന്നെങ്കിൽ 10,000 രൂപ അല്ലെങ്കിൽ ടാക്സിന്റെ ഇരട്ടി, വിച്ച് എവർ ഈസ് ഹയർ. ഇതാണ് അതിന്റെ ഇതില്ലാണ്ട് പോയാലുള്ള കോൺസിക്വൻസ്. The persons in charge of a conveyance shall carry the invoice or bill of supply or delivery chellan as the case may be and a copy of the e-way bill. അപ്പോൾ നമ്മൾ ഇനി ഒരു ട്രാൻസ്പോർട്ടർ വണ്ടിയിൽ വെക്കേണ്ട ഡോക്യുമെന്റ് എന്തൊക്കെയാ? ഇൻവോയ്സ് വേണം, ഇൻവോയ്സ് വെച്ചിട്ടെടുത്ത e-way ബില്ലും വേണം. ഇനി ആ e-way ബില്ലിൽ കാണിച്ചിരിക്കുന്ന വണ്ടിയുടെ നമ്പർ കറക്റ്റ് ആയിരിക്കണം. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു e-way ബില്ല് എടുത്തുകൊണ്ട് പോയി, നമ്മൾ ഇവിടുന്ന് കട്ടപ്പനയ്ക്ക് കൊണ്ടാണ്, ഇടുക്കിയിലെത്തിയപ്പം ഈ വണ്ടി ബ്രേക്ക് ഡൗൺ ആണ്. നമ്മൾ e-way ബില്ല് എടുത്തപ്പം ഏത് വണ്ടിയുടെ നമ്പറാണ് കൊടുത്തേക്കണം? ഈ ബ്രേക്ക് ഡൗൺ ആയ വണ്ടിയുടെ നമ്പറാണ്. നമ്മൾ അവിടെ വെച്ചിട്ട് വേറൊരു വണ്ടി വിളിച്ചാൽ എന്താ പ്രൊസീജിയർ? നമ്മുടെ കയ്യിലുള്ള e-way ബില്ലിന്റെ പാർട്ട് B നമുക്ക് എന്ത് ചെയ്യാം? ഓൾട്ടർ ചെയ്യാം. അത് ഓൾട്ടർ ചെയ്ത് നിങ്ങൾ അവിടെ നിന്ന് വേറൊരു വണ്ടി എക്സ്ട്രാ വിളിച്ചു കഴിഞ്ഞാൽ ആ വണ്ടിയുടെ നമ്പറിലുള്ള e-way ബില്ല് പുതിയത് ഒരെണ്ണം എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പോകാൻ പറ്റുള്ളൂ. പുതിയത് എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ഈ ഇൻവോയ്സ് എടുക്കുമ്പോൾ ഒരു നമ്പർ ഉണ്ടാവും, ഇൻവോയ്സ് നമ്പർ ഉണ്ടാവും. അതിവിടെ ഉണ്ട്, ഇൻവോയ്സ് നമ്പർ എന്ന് പറഞ്ഞിട്ട് e-way bill നമ്പർ എന്ന് പറഞ്ഞ ഇതിനകത്തുണ്ട്. അതായത് കണ്ടോ, e-way bill നമ്പർ 1111. അപ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ നമ്പർ എന്ത് ചെയ്യണം? അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പാർട്ട് B നമുക്ക് എന്ത് ചെയ്യാം? എഡിറ്റ് ചെയ്യാം. അതിൻ്റെ പാർട്ട് B ആണ് ഇവിടെ കൊടുത്തേക്കണത്. പാർട്ട് B നമുക്ക് ഇതിനകത്ത് പ്രിന്റ് എടുക്കാൻ നമുക്ക് ഡീറ്റെയിൽഡും എടുക്കാം, സമ്മറി എടുക്കാം. ഇത് കണ്ടോ, അപ്പോൾ പാർട്ട് A ആണ് ഈ കാണിക്കുന്നത്. അപ്പോൾ പാർട്ട് B റോഡാണ്, കൊമേഴ്സ്യൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എൻറ്റേർഡ് ബൈ. അപ്പം ഈ പാർട്ട് ബിക്കകത്താണ് വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് വരിക. അപ്പോൾ അവിടെ നമ്മൾ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം? നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടേ പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ? നമ്മൾ അടിക്കുന്ന ഇൻവോയ്സ് 50,000 മേളിലാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ ഏതും കൂടെ എടുത്തോണം? e-way ബില്ലും കൂടെ എടുത്തോണം. അത് കൊറിയറുകാരൻ നമ്മുടെ കമ്പനിയിൽ വന്നിട്ട് എടുത്തോണ്ട് പോകണമെന്ന് വിചാരിക്കാം. കൊറിയറുകാരൻ നമ്മുടെ കമ്പനിയിൽ വന്നാൽ എടുത്തോണ്ട് പോകണമെങ്കിൽ ഏത് വണ്ടിയാണ് വരുന്നതെന്നുള്ള വെഹിക്കിൾ നമ്പർ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ പാർട്ട് A വെച്ചിട്ടൊരു e-way ബില്ല് എന്ത് ചെയ്യും?
ജനറേറ്റ് ചെയ്യും. ഇൻവോയ്സും നമ്മൾ ജനറേറ്റ് ചെയ്ത ഇ-വേ ബില്ലും സാധനം കൂടെയാണ് നമ്മൾ ആരുടെ കയ്യിൽ കൊടുക്കുന്നത്? കൊറിയർ ഏജന്റിന്റെ കയ്യിൽ കൊടുക്കുന്നത്. കൊറിയർ ഏജന്റ് അത് പാർട്ട് ബി എന്ത് ചെയ്തോളൂ? എഡിറ്റ് ചെയ്ത് കയറ്റിക്കോളും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള പോയിന്റ് ആണ് നമ്മൾ ഇൻവോയ്സ് ചെയ്യുന്നതൊക്കെയാണ് ശ്രദ്ധിക്കണം. ഈ ടാലിയിൽ നിന്ന് നമുക്ക് ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യാം, അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനേബിൾ ഇ-വേ ബിൽ എന്ന് പറയുന്ന ഓപ്ഷൻ. അതിലിപ്പോൾ അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കാണിച്ചു തരാം. A registered person may obtain an invoice reference number from the common portal by uploading on the said portal a tax invoice issued by him in form GST INV01 and produce the same for verification by the proper officer in lieu of the tax invoice, and such number shall be valid for a period of 30 days from the date of uploading. ഇപ്പോൾ രജിസ്റ്റേർഡ് പേഴ്സണ് ഒരു റെഫറൻസ് നമ്പർ കിട്ടും. ആ റെഫറൻസ് നമ്പർ എന്ത് ചെയ്യണം? നമ്മൾ കാണിക്കണം. വഴിയിൽ വെച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് കാണിക്കണം. Where the registered person uploads the invoice under rule sub-rule 2, the information part A shall be auto-populated by the common portal on the basis of the information furnished in form GST invoice 1. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഈ GSTയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഓഫീസർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഈ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പ്രിന്റ് എടുക്കുന്നതിനകത്ത് വന്നോണമെന്നില്ല. സമ്മറി ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ചെക്ക് പോസ്റ്റിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന A-to-Z ഇൻഫർമേഷൻ എന്ത് ചെയ്യും? അവരുടെ സ്ക്രീനിൽ അവർക്ക് വ്യൂ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവർ നോക്കും ഇതിനകത്ത് കൊടുത്തേക്കുന്ന നമ്പർ തന്നെയാണോ ഈ വന്ന വണ്ടിക്ക്. അപ്പോൾ നമ്മൾ പറയുകയാണ് വണ്ടി വഴിക്ക് വെച്ച് ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ ബ്രേക്ക് ഡൗൺ ആയാലുള്ള പ്രൊസീജിയർ എന്താണെന്ന് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് അവർ ചെയ്തില്ല. അപ്പോൾ ഈ വേവിൽ ഉണ്ടായിട്ടും കാര്യമില്ല. വണ്ടിയുടെ നമ്പർ വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. The commissioner may by notification require a class of transporters to obtain a unique radio frequency identification device and get the said device embed on the conveyance and map the e-way bill to the radio frequency identification device prior to the movement of goods. അതായത് ഒരു GPS ട്രാക്ക് സംവിധാനം പോലെ എന്ത് ചെയ്യാം? ഇതൊക്കെ അഡ്വാൻസ്ഡ് വേർഷൻസ് ആണ്. ഒക്കെ വിഭാവനം ചെയ്യുന്നുള്ളൂ. ഇതൊന്നും നിലവിൽ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. ഇപ്പം നമ്മൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ടാക്സി വെഹിക്കിൾസിലെല്ലാം GPS വെക്കണം എന്നൊരു സംവിധാനം വന്നിട്ടുണ്ട്. ടാക്സി വണ്ടിക്കെല്ലാം GPS ആണ്. അതൊക്കെ ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. പിന്നെ ഒരു വേറെ പ്രത്യേകത ഈ വേബിലിൻ്റെ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് വണ്ടിയുടെ നമ്പർ അടിച്ചു കൊടുത്താൽ നമുക്ക് ഒരിക്കലും ഈ വേബിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി പാസഞ്ചർ വെഹിക്കിളിന്റെ അടിച്ചു കൊടുത്താൽ എന്ത് ചെയ്യില്ല, ട്രാൻസ്പോർട്ട് ഗുഡ്സിന്റെ നമ്പർ അതായത് MVDയുടെ വെബ്സൈറ്റും ഇതുമായിട്ട് എന്താണ് ലിങ്ക്ഡ് ആണ്. നമ്മളിപ്പോൾ നമ്മുടെ ഒരു പ്രൈവറ്റ് കാറിന്റെ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഇൻവാലിഡ് രജിസ്ട്രേഷൻ നമ്പർ എന്ന് കാണിക്കും. ദിസ് ഗുഡ്സ് ഈസ് നോട്ട് കമ്മിങ് അണ്ടർ എ ട്രാൻസ്പോർട്ടേഷൻ കാറ്റഗറി എന്ന് എന്ത് ചെയ്യും വരും. അപ്പൊ ട്രാൻസ്പോർട്ടർമാരായിരിക്കും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമ്മുടെ നാട്ടിലെ ലോറി, ചെറിയ ലോറി ഒക്കെ ഓടിക്കുന്ന ആളുണ്ടല്ലോ, 407 പിക്കപ്പ്, ഇവർക്കൊക്കെ നാളെ ഓട്ടം പോകണമെങ്കിൽ ഇവർ ഈ-വേ ബില്ല് എടുക്കാൻ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഈ സംവിധാനം ഒന്നും ഇല്ലാത്തവനെ ആരും എന്ത് ചെയ്യില്ല, ഓട്ടം പോലും വിളിച്ചെന്ന് വരില്ല. അവിടെയൊക്കെയാണ് GSTയുടെ സാധ്യതകൾ അനന്തമാണ് എന്ന് നമ്മൾ പറയണത്. ഈ 10ാം ക്ലാസ്സും കുസ്തി കമ്മിന് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലാത്തവനാണ് ഡ്രൈവർ എങ്കിൽ അവൻ എന്ത് ചെയ്യും? അപ്പം നമ്മൾ GST പഠിച്ചാൽ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ട് ജീവിക്കാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് ഇത് നിയമം. അതിന്റെ ഫുൾ സിംഗിൽ അതങ്ങോട്ട് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്കോപ്പുണ്ട്. അപ്പോൾ ഒത്തിരി പേരുടെ തൊഴിൽ നഷ്ടപ്പെടും. എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ വേറൊരു വശമുണ്ട്. ഒത്തിരി തൊഴിലില്ലാത്ത ആളുകൾക്ക് എന്ത് കിട്ടും, തൊഴിൽ കിട്ടും. അപ്പൊ ഈ-വേ ബില്ല് എടുത്ത് കൊടുക്കാൻ മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഓഫീസൊക്കെ ആയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇരിക്കാം. അപ്പൊ ചെക്ക് പോസ്റ്റിന്റെ അടുത്തൊരു ചെറിയ പെട്ടിക്കട പോലെ നമ്മളിപ്പോ ഈ ആധാർ എഴുത്ത് ഓഫീസിലൊക്കെ ചെന്ന് എഴുത്തുകാരിരിക്കുന്നില്ല എന്ന് പറഞ്ഞാല് വേണമെങ്കിൽ അതിന് വരെ സാധ്യതകളുണ്ട്. ഇനി ബിൽ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇപ്പം നമ്മള്
സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ കൊണ്ടുപോകുന്നെങ്കിൽ, ഇപ്പോൾ ഒരു ജോബ് വർക്കറുടെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ നമുക്കൊരു ബിൽ ഓഫ് സപ്ലൈയോ ഡെലിവറി ചെല്ലാനോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ ഈ ജോബ് വർക്കറുടെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇൻവോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിനകത്ത് ടാക്സ് ഉണ്ടാവും. ടാക്സ് ഉണ്ടെങ്കിൽ അതെന്തായി, ഇൻവോയ്സ് ആയി. അപ്പോൾ രജിസ്റ്റേർഡ് പേഴ്സണ് മാത്രമേ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അൺരജിസ്റ്റേർഡ് പേഴ്സണാണ് കൊണ്ടുപോകണമെങ്കിൽ അവിടെ എന്ത് വരും, ബിൽ ഓഫ് സപ്ലൈ വരും. അപ്പോൾ ബിൽ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ, ടാക്സ് എമൗണ്ട് മാത്രം ഉണ്ടാവില്ല എന്നുള്ളൂ, ബാക്കി ഇൻവോയ്സിലുള്ള എല്ലാ ഡീറ്റെയിൽസും എന്ത് വരും, ബിൽ ഓഫ് സപ്ലൈയിലും ഡെലിവറി ചെല്ലാനിലും വരും. The following cases it is necessary to generate e-way bill. It's not necessary. ഇനി e-way bill എടുക്കണ്ട. എപ്പോഴൊക്കെ e-way bill എടുക്കണ്ടാത്ത? The mode of transport is non-motor vehicle. ഇപ്പം കാറിനകത്താണ് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എന്തില്ല, e-way bill ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഒരു യെല്ലോ ബോർഡ് വണ്ടിയിലാണ് കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം, e-way bill വേണം. Goods transported from customs, port, airport, air cargo complex or land customs station to inland container depot or container freight station for clearance by customs. ഇനി കസ്റ്റംസിന്റെ ക്ലിയറൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ വണ്ടി കൊണ്ടുപോകും. നമ്മുടെ ഫാക്ടറിയിൽ വന്ന് ഫാക്ടറിയിൽ നിന്ന് സാധനം എടുത്ത് കസ്റ്റംസിന്റെ ക്ലിയറൻസിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ e-way bill ആവശ്യം ഇല്ല. ഗുഡ്സ് ട്രാൻസ്പോർട്ടഡ് അണ്ടർ കസ്റ്റംസ് സൂപ്പർവിഷൻ ഓർ അണ്ടർ കസ്റ്റംസ് സീൽ. കസ്റ്റംസിന്റെ സീലൊക്കെ വെച്ചിട്ടുള്ളതാണ് നമ്മൾ കൊണ്ടുവരുന്നതെങ്കിൽ എന്ത് വേണ്ട. ഇനി കസ്റ്റംസുമായിട്ട്, അതായത് ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അതായത് എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കസ്റ്റംസിലേക്ക് നമ്മൾ അങ്ങോട്ട് സാധനം എന്ത് ചെയ്യുക. ഇനി ഇമ്പോർട്ട് ചെയ്യുമ്പോഴോ കസ്റ്റംസിൽ നിന്ന് ക്ലിയർ ചെയ്ത് നമ്മൾ പുറത്തേക്ക് വരും. അപ്പം കസ്റ്റംസിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കസ്റ്റംസ് ക്ലിയറൻസിന്, കാരണം അങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ട്. നമ്മൾ കൊണ്ടുപോകുന്ന കണ്ടെയ്നർ സീൽ ചെയ്യണം കസ്റ്റംസുകാർ. അപ്പോൾ ഒരു തവണ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതാണ്. അതായത് കസ്റ്റംസുകാർ സീൽ ചെയ്ത് വിട്ടിട്ട് ആ സീല് പൊളിക്കാണ്ട് അവരെ വണ്ടിയുടെ ഡോറ് മുഴുവൻ എന്ത് ചെയ്തു, വെട്ടി പൊളിച്ച് മാറ്റി. എന്നിട്ട് വെൽഡ് ചെയ്ത് അതിനകത്ത് വേറെ സാധനം കയറ്റി പെയിന്റും ചെയ്ത്, അതായത് ഈ കസ്റ്റംസിന്റെ ക്ലിയർ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പോർട്ടിൽ ചെല്ലണമെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ കയറിക്കോണമെന്നുണ്ട്, ടൈം ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഒരു തവണ ആ ടൈം ഗ്യാപ്പിൽ തന്നെ ഇവര് കസ്റ്റംസിന്റെ ഒരു കണ്ടെയ്നറിന് സീല് വെച്ചു. ആ സീല് വെച്ച് ആ ഡോർ അങ്ങനെ തന്നെ അവർ വെട്ടിപ്പൊളിച്ചിട്ട് ചെയ്തു മാറ്റി. എന്നിട്ട് കള്ളക്കടത്ത് വേറെ സാധനങ്ങളുള്ള കണ്ടെയ്നറിന്റെ ബാക്ക് വശം വെട്ടിപ്പൊളിച്ച് കളഞ്ഞിട്ട് ഇത് കയറ്റി വെച്ചെന്ത് ചെയ്തു, പെയിന്റ് ചെയ്ത് ഈ സമയത്തിനുള്ളിൽ അവർ കയറ്റിയെന്നും പറഞ്ഞതാണ് വാർത്ത ഉണ്ടാകും. അപ്പം അങ്ങനെ കസ്റ്റംസിന്റെ ക്ലിയറൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ എന്ത് ചെയ്യണ്ട, നമുക്ക് e-way bill എടുക്കേണ്ട. ട്രാൻസിറ്റ് കാർഗോ ട്രാൻസ്പോർട്ടഡ് ടു ഓർ ഫ്രം നേപ്പാൾ ഓർ ഭൂട്ടാൻ. നേപ്പാളിൽ നിന്നോ ഭൂട്ടാനിൽ നിന്നോ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവുകയാണെങ്കിൽ e-way billന്റെ ആവശ്യം ഇല്ല. മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് കോസ്ഡ് ബൈ ഡിഫൻസ് ഫോർമേഷൻ അണ്ടർ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആസ് എ കൺസൈനർ ഓർ എ കൺസൈനി. ഈ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സാധനങ്ങളാണ് കൊണ്ടുപോകുന്നതെങ്കിൽ എന്ത് വേണ്ട, e-way bill വേണ്ട. empty cargo containers are being transported. അപ്പോൾ empty കണ്ടെയ്നറാണ് കൊണ്ടുപോകുന്നതെങ്കിൽ e-way billന്റെ ആവശ്യം ഇല്ല. കൺസൈനർ ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സ് ഓർ ഫ്രം ബിറ്റ്വീൻ പ്ലേസ് ഓഫ് ബിസിനസ് ആൻഡ് എ വെയ്ബ്രിഡ് ഫോർ വെയ്മെന്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 20 kilometer അക്കംപ്നീഡ് ബൈ എ ഡെലിവറി ചെല്ലാൻ. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ തൂക്കാനായിട്ട് നമ്മൾ വേ ബ്രിഡ്ജിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ 20 കിലോമീറ്റർ, ഇപ്പം സപ്പോസ് ഇപ്പം നമ്മൾ വാഴക്കുളത്താണ്, നമുക്ക് ഈ സാധനം കൊണ്ടുപോകേണ്ടത് എറണാകുളത്തേക്കാണ്. ഇപ്പം മൂവാറ്റുപുഴ വേ ബ്രിഡ്ജ് ഇല്ലയെന്ന് വിചാരിക്കുക, പിന്നെ ഉള്ളത് എവിടെയാണ്, തൊടുപുഴയാണ്. അപ്പോൾ ഇത് തൊടുപുഴയ്ക്ക് നമ്മൾ തൂക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് 20 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണെങ്കിൽ എന്ത് വേണ്ട, e-way bill വേണ്ട. അതേസമയം 20 കിലോമീറ്റർ മേളിലുണ്ടെങ്കിലോ e-way bill വേണം. അപ്പം നമ്മൾ വാഴക്കുളത്ത് നിന്ന് തൊടുപുഴ പോയിട്ട് തൊടുപുഴയിൽ നിന്നാണ് പിന്നെ എങ്ങോട്ട് പോവുക, എറണാകുളത്തിന് പോകുക. അപ്പോൾ 20 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എന്ത് വേണ്ട, e-way bill വേണ്ട. ഗുഡ്സ് ബീങ് ട്രാൻസ്പോർട്ടഡ് ബൈ റെയിൽ വേർ ദ കൺസൈനർ ഓഫ് ഗുഡ്സ് ഇസ് ദ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇനി ഗുഡ്സ് മേടിച്ചുകൊണ്ട് പോകുന്ന സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും ആണെങ്കിൽ ഇപ്പോൾ റെയിൽവേ ഒക്കെ പണിയാനായിട്ട് എന്ത് ചെയ്യും,
റെയിൽവേ ഒക്കെ പണിയാനായിട്ട് നമ്മൾ ഇരുമ്പ് ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ അവർക്കൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, ഈ വേബിൽ എടുക്കണ്ട. ഇനി പഞ്ചായത്തോ ലോക്കൽ അതോറിറ്റിയോ ഒക്കെയാണ് സാധനങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ നമുക്ക് ഈ വേബിൽ വേണ്ട. ഗുഡ് സ്പെസിഫൈഡ് ആസ് എക്സംപ്റ്റഡ് ഫ്രം ഈ വേബിൽ റിക്വയർമെന്റ്സ് ഇൻ ദ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഓഫ് യൂണിയൻ ടെറിട്ടറി. അതായത് ഈ വേബിൽ വേണ്ടാന്ന് GSTയുടെ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട, എടുക്കണ്ട. Transport of certain specified goods includes the list of exempt supply of goods. Exempt supply ആണെങ്കിൽ എന്ത് വേണ്ട, exempted goods ആണെങ്കിൽ എന്ത് വേണ്ട, ഈ വേബില് വേണ്ട. ഇപ്പം മിൽക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണ്ട, ഈ വേബില് വേണമെന്നില്ല. ഇനി ഈ വേബിലിന്റെ വാലിഡിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ടൈപ്പ് ഓഫ് അതർ ദാൻ ഓവർ ഡയമെൻഷണൽ കാർഗോ ലെസ് ദാൻ 100 കിലോമീറ്റർ. അപ്പോൾ ഈ വേബിൽ ജനറേറ്റ് ചെയ്യുന്നത് 100 കിലോമീറ്റർ താഴെയാണെങ്കിൽ ഒരു ദിവസത്തേക്ക് ഈ വേബിൽ വാലിഡ് ആണ്. ഫോർ 200 കിലോമീറ്റർ ആണെങ്കിൽ ഫോർ എവരി അഡീഷണൽ 100 കിലോമീറ്റേഴ്സ് ഓർ പാർട്ട് ദെയർ ഓഫ് അഡീഷണൽ 1 ഡേ. 200 കിലോമീറ്റർ ആണെങ്കിൽ 2 ദിവസം കിട്ടും. 200-ന് മേളിലും 300-ന് ഇടയിലാണെങ്കിൽ 3 ദിവസം കിട്ടും. ഫോർ ഓവർ ഡയമെൻഷണൽ കാർഗോ ലെസ് ദാൻ 20 കിലോമീറ്റേഴ്സ് 1 day. For every additional 20 kilometers or part thereof additional 1 day. അപ്പോൾ 100 കിലോമീറ്റർ വരെയാണെങ്കിൽ ഈ വേബിൽ ഒരു ദിവസത്തേക്ക് പാലിക്കണം. അപ്പോൾ ഒരു ഈ വേബിൽ എടുത്താൽ 24 hours കൊണ്ട് നമ്മൾ എത്തിക്കാം. 100-ന് മേളിലേക്കാണെങ്കിൽ 200 വരെ 2 ദിവസം, 200 മുതൽ 300 വരെയാണെങ്കിൽ 3 ദിവസം, അങ്ങനെ കൂടിക്കൊണ്ട് എത്തും. ഇനി ഈ വേബില് നമ്മൾ കൊണ്ടുപോകുന്ന വഴിക്ക് വെരിഫൈ ചെയ്യും. അതാണ് നമ്മൾ ഈ റോട്ടിൽ GSTയുടെ ബൊലീറോ വണ്ടി കിടക്കാനാണ് കിട്ടുന്നത്. അവരിത് നോക്കാനാണ് എന്ത് ചെയ്യുന്നത്, കിടക്കുന്നത്. അപ്പം GSTയുടെ ഒരു സ്ക്വാഡ് ഉണ്ടാവും. GSTയുടെ സ്ക്വാഡ് എന്ത് ചെയ്യും, റോഡരികിൽ നിന്ന് ചെക്ക് ചെയ്യാം. അതല്ലെങ്കിൽ വണ്ടിയിൽ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ റീഡറൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, വെരിഫൈ ചെയ്യാം. Physical verification of conveyance shall be carried out by the proper officer as authorized by the commissioner or an officer employed by in this behalf. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വഴിക്ക് നിന്ന് ഒരു ഇന്റലിജൻസ് ഉണ്ട്, GSTയുടെ ഇന്റലിജൻസ് ഉണ്ട്, അവർക്ക് ചെക്ക് ചെയ്യാം. ഇനി അതിൻ്റെ മേളിൽ GSTയുടെ ഇന്റലിജൻസ് സ്ക്വാഡ് ഉണ്ട്, സ്ക്വാഡിനും എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത്. ഇത്രയുമാണ് നമ്മൾ ഈ വേബിലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പം നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. അപ്പം ഈ വേബില് എപ്പോഴാണ് ആവശ്യമായിട്ട് വരിക, ഒരു ഗുഡ്സ് ഒരു ട്രാൻസ്പോർട്ട് വെഹിക്കിളിൽ കൊണ്ടുപോകുമ്പോൾ 50,000 രൂപ മേളിലാണെങ്കിൽ എന്ത് വേണം, ഈ വേബിൽ എന്ത് ചെയ്യണം, നമ്മൾ ജനറേറ്റ് ചെയ്യണം. ഇനി ആർക്കൊക്കെ ഈ വേബിൽ എടുക്കാം, സാധനം വിറ്റിയ ആൾക്ക്, വാങ്ങിയ ആൾക്ക്, ട്രാൻസ്പോർട്ടർ. ഇനി ഈ വേബിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്? ഈ വേബിലിന് 2 പാർട്ടാണ്, പാർട്ട് എയും പാർട്ട് ബി. പാർട്ട് എയിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്, ഇൻവോയ്സിലുള്ള ഡീറ്റെയിൽസും. അപ്പോൾ ഇൻവോയ്സിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട്, ഇൻവോയ്സ് ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ, പ്രോഡക്റ്റ് നെയിം, HSN കോഡ്, ടാക്സ് റേറ്റ്, ടാക്സബിൾ വാല്യൂ, ടാക്സ് എമൗണ്ട്, CGST, SGST, ഇത്തരം കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. പിന്നെ സപ്ലൈ ചെയ്യുന്ന ആളുടെ അഡ്രസ്സ്, റിസീവ് ചെയ്യുന്ന ആളുടെ അഡ്രസ്സ്, ഇത്തരം ഡീറ്റെയിൽസ് ആണ് നമ്മൾ പാർട്ട് എയിൽ കൊടുക്കുക. പാർട്ട് ബിയിൽ നമ്മൾ കൊടുക്കുന്നത് എന്താ, വെഹിക്കിൾ നമ്പർ, ട്രാൻസ്പോർട്ടർ ID, കിലോമീറ്ററും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഡ്രൈവറുടെ പേരും കാര്യങ്ങളൊക്കെ പാർട്ട് ബിയിൽ നമ്മൾ കൊടുക്കും. ഇനി നമ്മൾ പോകുമ്പോൾ നമുക്കൊരു ഈ വേബിൽ ഒരു ഹാർഡ് കോപ്പി നമുക്ക് കിട്ടും. അപ്പോൾ അതിനകത്ത് നമുക്കൊരു QR കോഡ് സ്കാൻ ചെയ്യാൻ പാകുന്നത്, അങ്ങനെ ഒരു QR കോഡ് കിട്ടും. ഇത് നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിൽ എന്ത് ചെയ്യണം, അറ്റാച്ച് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തോളും, റീഡ് ചെയ്തോളും. ഓക്കെ, ഇനി നമുക്ക് ടാലിയിൽ എങ്ങനെയാണ് ഇത് ചെയ്യുക, എങ്ങനെയാണ് ഈ വേബിൽ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടെ നോക്കാം. ഇപ്പോൾ നമ്മളൊരു ടാലിയിൽ കമ്പനി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ F11 ഫീച്ചേഴ്സിൽ പോകാം. ടാലി ERP9-ലാണ് ഞാൻ കാണിക്കുന്നത്. അതിനകത്ത് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ
അതിനകത്ത് എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എസ് കൊടുക്കുക. സെറ്റ് ഓൾട്ടർ GST ഡീറ്റെയിൽസ് എന്നുള്ളത് എസ് കൊടുക്കുക. നമ്മൾ സ്റ്റേറ്റ് റെഗുലർ GST ആപ്ലിക്കബിൾ ഫ്രം GST നമ്പർ കൊടുത്തു. മന്ത്ലി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇ-വേ ബിൽ ആപ്ലിക്കബിൾ എന്നുള്ള ഓപ്ഷൻ വരും. അത് നമ്മൾ എന്ത് ചെയ്യണം? എസ് കൊടുക്കണം. എന്ന് മുതലാണ് ഇ-വേ ബിൽ ആപ്ലിക്കബിൾ? ഈ ത്രഷോൾഡ് ലിമിറ്റ് ഇൻക്ലൂഡ്സ് ഇൻവോയിസ് വാല്യൂ ആണ്. പ്രത്യേകം ശ്രദ്ധിച്ചോണം, ടാക്സബിൾ വാല്യൂ അല്ല, ഇൻവോയിസ് വാല്യൂ ആണ്. ഇൻവോയിസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്ലൂഡിങ് ടാക്സ്. ഇൻക്ലൂഡിങ് ടാക്സ് ഉൾപ്പെടെ 50,000 രൂപ മേലാണ് ഈ ഇ-വേ ബിൽ. നമ്മളിവിടെ ഇൻവോയിസ് വാല്യൂ എന്നുള്ളതാണ് സെലക്ട് ചെയ്യാൻ. ത്രഷോൾഡ് ലിമിറ്റ് 50,000, ടാക്സ് ഉൾപ്പെടെ 50,000 എന്ന് നമ്മൾ കൊടുത്തു. ആപ്ലിക്കബിൾ ഫോർ ഇൻഡർസ്റ്റേറ്റ്, യെസ്. ത്രഷോൾഡ് ലിമിറ്റ് ഇവിടെ നമുക്ക് 50,000 അല്ല, വേണമെങ്കിൽ 0 എന്ത് ചെയ്യാം? കൊടുക്കും. കാരണം ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ നടത്തുമ്പോൾ ചില പ്രോഡക്റ്റിന് 50,000 അല്ല, വാല്യൂ നോക്കാണ്ട് ഇ-വേ ബിൽ എന്ത് ചെയ്യേണ്ടി വരും? എടുക്കേണ്ടി വരും. ഇവിടെ നമുക്കിപ്പോൾ തൽക്കാലം നമുക്ക് 50,000 തന്നെ കൊടുക്കാം. ഇനി കേരള ഫ്ലഡ്സ് ആപ്ലിക്കബിൾ എസ് കൊടുക്കുക. സേവ് ചെയ്യുക. ഇത് നമ്മൾ ഈ സ്ക്രീനും കൂടെ എന്ത് ചെയ്യുക? സേവ് ചെയ്ത് വെക്കുക. ദെൻ നമ്മൾ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എടുക്കുക. അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ F8 സെയിൽസ് ആണ്. നമ്മളിവിടെ പാർട്ടി നെയിം, ഒരു പാർട്ടി നെയിം സെലക്ട് ചെയ്യുക. ബാലൻസ് ഡീറ്റെയിൽസ് വന്നു. ഇവിടെ സ്റ്റോക്ക് ഐറ്റം അല്ല, ഇതിപ്പോൾ ഇൻവോയ്സ് മോഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഐറ്റം ഇൻവോയ്സിലേക്ക് എന്ത് ചെയ്യണം? മാറ്റി. ഐറ്റം ഇൻവോയ്സിലേക്ക് നമ്മൾ മാറ്റി. ഇത് സെയിൽസ് ആണ്. നെയിം ഓഫ് ഐറ്റം നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കമ്പ്യൂട്ടർ എന്നുള്ളൊരു പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? ക്രിയേറ്റ് ചെയ്തു. അവിടെ യൂണിറ്റ്സ് നമ്പേഴ്സ് കൊടുത്തു. നമ്പേഴ്സ്. ഇതാണ് ഈ യൂണിക് ക്വാണ്ടിറ്റി കോഡ്. നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. ഈ യൂണിക് ക്വാണ്ടിറ്റി കോഡാണ് ഇ-വേ ബില്ലിനും GSTയുടെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും എടുക്കുന്ന യൂണിക് ക്വാണ്ടിറ്റി കോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് തന്നെ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. ഇവിടെ കൊടുക്കുന്നതല്ല എടുക്കുന്നത്, വെബ്സൈറ്റിലെ ആവശ്യത്തിന് ഇവിടെ കൊടുക്കുന്നതാണ് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും സെലക്ട് ചെയ്യണം. ബിസിനസ് പ്ലേസ്മെന്റ് ഫണ്ട് കൊടുത്തു. ഈ GST ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ കൊടുക്കണം. HSN കോഡ് 49 കൊടുത്തു. ടാക്സബിൾ വാല്യൂ 18% ആണ്. ഇവിടെ 10 കമ്പ്യൂട്ടറാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഒരു കമ്പ്യൂട്ടറിന് 35,000 രൂപ വെച്ചിട്ടാണ്, പ്ലസ് ടാക്സ് ആണ്. അത് 3,80,000 വന്നു. GST വന്നു. ദെൻ ഇവിടെ ഇ-വേ ബിൽ ഉണ്ടോ? എസ് വന്നു. ഈ ഇ-വേ ബില്ലിനകത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്പർ കൊടുക്കേണ്ടത്. അപ്പോൾ കൺസൈനർ ഉണ്ടോ? ബില്ല് ഫ്രം, അപ്പോൾ ആവണി ട്രേഡിംഗിൽ നിന്നാണ് ബില്ല് ചെയ്യുന്നത്. ഡെസ്പാച്ച് ഫ്രം, ഇത് കണ്ടോ? പിൻ കോഡ് നിർബന്ധമാണ്. കൺസൈനറുടെ പിൻ കോഡ് 68 55 84 കൊടുത്തു. ബിൽ ടു ആദർശ് ഇൻഡസ്ട്രീസ് കേരളയാണ്. അവരുടെ ബിൽ നമ്പർ എന്ത് ചെയ്യണം? അവരുടെ പിൻ കോഡ് നമ്പർ എന്ത് ചെയ്യണം? 68 55 88 കൊടുത്തു. ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റേഴ്സ് 50 കിലോമീറ്ററാണ് 50. ഈ കിലോമീറ്റർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? പിൻ കോഡ് ടു പിൻ കോഡ് വെച്ചിട്ടാണ്. അപ്പം GSTയുടെ വെബ്സൈറ്റിൽ ഈ പിൻ കോഡ് കൊടുത്തു കഴിയുമ്പോൾ കിലോമീറ്റർ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തോളും? കയറി വന്നോളും. ട്രാൻസ്പോർട്ടർ നെയിം നമുക്കറിയാമെങ്കിൽ കൊടുക്കുക. ഇനി ട്രാൻസ്പോർട്ടർ ID. ഇവിടെ ട്രാൻസ്പോർട്ടർക്ക് രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടെങ്കിൽ അയാളുടെ GST നമ്പർ കൊടുക്കാം. ഇനി അയാളുടെ GST നമ്പർ നമുക്കറിയില്ല എങ്കിൽ നമ്മളുടെ GST നമ്പർ എന്ത് ചെയ്താൽ മതി? ഇവിടെ കൊടുത്താലും മതി. 32B TB PP 2237 N1 ZB. വെഹിക്കിൾ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഒരു സ്പേസ് ഒന്നും എന്ത് ചെയ്യരുത്, വിടരുത്. KL 17J 3050 ആണെങ്കിൽ അങ്ങനെ തന്നെ എന്ത് ചെയ്താൽ മതി, അടിച്ചു കൊടുത്താൽ മതി. അതായത് ഒരു വെഹിക്കിളിനാണോ കൊണ്ടുപോകുന്നത് അത് ഒന്നിലധികം വെഹിക്കിളിനാണോ കൊണ്ടുപോകുന്നത്. കമ്പനിയിൽ നിന്ന് ഒരു വണ്ടി കയറ്റി കഴിഞ്ഞാൽ പിന്നെ വണ്ടി മാറുന്നുണ്ടോ?
ഇല്ല. അപ്പോൾ റെഗുലർ സെലക്ട് ചെയ്യുക. ഇനി ഇത് ഡോക്യുമെൻ്റ് ആണ്, ലോറി റെസീപ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ട്രെയിനിനാണ് കയറ്റി വിടുന്നതെങ്കിൽ അവിടുന്ന് തരുന്ന റെസീപ്റ്റ്, അതിൻ്റെ നമ്പറാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. പിന്നെ എന്നാണ് നമ്മൾ ഈ വേ ബില്ല് എടുക്കുന്നതെന്നുള്ള ഡേറ്റ്, ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നമ്മൾ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഇൻവോയ്സ് സേവ് ചെയ്യുക. ഇൻവോയ്സ് നമ്മൾ സേവ് ചെയ്തതിന് ശേഷം നമ്മൾ GST തന്നെ ഇതിനകത്ത് തന്നെ ഡിസ്പ്ലേ സ്റ്റാറ്റസ് റിപ്പോർട്ട് GST എടുക്കുക. GST ഈ വേ ബില്ലിന് നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഈ വേ ബിൽ റിപ്പോർട്ട് ഉണ്ട്, എക്സ്പോർട്ട് ഈ വേ ബിൽ നമുക്ക് കയറാം. ഇപ്പോൾ കണ്ടോ, ഈ ഇൻവോയ്സ് ആർ റെഡി ഫോർ എക്സ്പോർട്ട് എന്നുള്ളടത്ത് വന്നെടുക്കും. ഇതിപ്പോൾ ഇവിടെ ഇൻവോയ്സ് ഇൻഫർമേഷൻ ഫോർ ഈ വേ ബിൽ നോട്ട് പ്രൊവൈഡ്. ഇത് നമ്മൾ നോക്കണം. വെഹിക്കിൾ നമ്പർ സ്പെസിഫൈഡ് ഈസ് ഇൻവാലിഡ്, കൺസൈനർ GST ആൻഡ് ഈസ് നോട്ട് സ്പെസിഫൈഡ് ഓർ ഇറ്റ്സ് ഇൻവാലിഡ്. അത് നമുക്ക് നോക്കണം. കൺസൈനർ GST ആയിരിക്കും. അത് 32 ANRPA 38 F1 Z1. വെഹിക്കിൾ നമ്പർ കൊടുത്തേക്കുന്നത് തെറ്റാണ്. ഇവിടെ 3050 എന്നുള്ളടത്ത് നമ്മൾ എന്താ പറയുക, 3550 എന്നാണ്. അപ്പോൾ വെഹിക്കിൾ നമ്പറിന് എത്രയേ ഉള്ളൂ ഉണ്ടോ, KL 17J 3050 എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു 2 4 1 5 നമ്പരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഇൻവാലിഡ്. അപ്പോൾ ടാലി തന്നെ നമ്മൾ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, കാണിച്ചു തരും. അപ്പോൾ നമ്മളിവിടെ ഒന്നോടെ എന്ത് ചെയ്യണം, 17J 3050. അപ്പോൾ കണ്ട ഇൻവോയ്സ് റെഡി ഫോർ എക്സ്പോർട്ട്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇത് എടുക്കണം. എന്നിട്ട് എക്സ്പോർട്ട് ഫോർ ഈ വേ ബിൽ. അപ്പോൾ JSON ഫയലിൽ നമുക്കിത് എന്ത് ചെയ്യാം, ഈ ഇൻവോയ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യും. ഇത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക, യെസ് കൊടുക്കുക. ഈ ഫയൽ ഇനി ഇവിടെ കണ്ട ഈ വേ ബിൽ എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. ഇനി ഈ ഫയൽ നമ്മൾ നേരെ GSTയുടെ വെബ്സൈറ്റിൽ ഈ വേ ബിൽ എടുക്കുന്ന വെബ്സൈറ്റിൽ കയറുക. ഈ വേ ബിൽ എടുക്കുന്ന വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റിൽ കയറുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു യൂസർ ഐ ഡിയും പാസ്വേഡും ഉണ്ട്. ആ യൂസർ ഐ ഡിയും പാസ്വേഡും അടിച്ചു കഴിഞ്ഞിട്ട് ജനറേറ്റ് ഈ വേ ബിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ജനറേറ്റ് ഈ വേ ബിൽ എന്നുള്ള ഓപ്ഷനിൽ കയറിയിട്ട് ഈ പറയുന്ന അവിടെ ബ്രൗസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ പറയുന്ന ഫയൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ വേ ബിൽ എന്ത് ചെയ്തോളും, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തോളും, സിസ്റ്റം ജനറേറ്റ് ചെയ്തോളും. അല്ലെങ്കിൽ നമ്മൾ വെബ്സൈറ്റിൽ കയറിയിട്ട് മാനുവലി എന്ത് ചെയ്യേണ്ടി വരും, എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട വരും. അപ്പം GSTയുടെ വെബ്സൈറ്റ്, ഈ വേ ബില്ലിൻ്റെ വെബ്സൈറ്റ് ഏതാണെന്നുള്ളത് നമുക്കൊന്ന് എടുത്ത് നോക്കാം. അപ്പം ഈ വേ ബില്ല് എടുക്കാനായിട്ട് നമ്മൾ eWayBills gst.gov.in എന്നുള്ളതാണ് വെബ്സൈറ്റ്. അപ്പോൾ ഇതാണ് GSTയുടെ ഈ വേ ബില്ല് എടുക്കുന്ന വെബ്സൈറ്റ്. ഇവിടെ നമ്മൾ ഈ ലോഗിൻ കൊടുക്കും. ലോഗിൻ കൊടുത്തതിന് ശേഷം നമുക്കൊരു യൂസർ ഐ ഡിയും പാസ്വേഡും ഉണ്ടാവും. ലോഗിൻ ചെയ്ത് നമ്മൾ അതിനകത്ത് കയറും. അതിനകത്ത് കയറി കഴിഞ്ഞിട്ട് എൻ്റെ റൈറ്റ് സൈഡിൽ ജനറേറ്റ് ഈ വേ ബിൽ, ഈ വേ ബിൽ എങ്ങനെ ജനറേറ്റ് ചെയ്യാനാണ് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ജനറേറ്റ് ഈ വേ ബിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ അപ്ലോഡ് ബൾക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ ഇപ്പോൾ നമ്മൾ ടാലിയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്ത JSON ഫയൽ എന്ത് ചെയ്യുക, അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. ഈ വേ ബിൽ ജനറേഷൻ കംപ്ലീറ്റഡ് ആവും. അപ്പം നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രിൻ്റാണ് ഈ വേ ബിൽ ഫോം. അതാണ് ഈ കാണുന്ന ഈ ഫോർമാറ്റിലാണ് നമുക്ക് ഈ വേ ബില്ല് കിട്ടുക. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഈ വേ ബില്ല് എന്താണെന്ന് പഠിക്കുക. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.